ആമേ എൻ്റെ പൊന്നമ്മയൊന്ന് പറയുന്നത് കേൾക്ക്. കുളിക്കുമായിരുന്നു. ആ എത്തി, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒന്ന് കുളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു 5 മിനിറ്റ് വിളിച്ചാൽ മതിയോ? ആ മുറി കുഴപ്പമില്ലമ്മേ. മുറി നേരത്തെ മുറി എന്തുമായിരുന്നു, നേരത്തെ ഒരുമാതിരി മൃഗശാല പോലെ ആയിരുന്നു. നിലത്തും ബെഡും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നമ്മ, ഞാൻ വീഡിയോ കോൾ ചെയ്യാവേ വൈകിട്ട്? ഒന്നും പറയാനില്ല, എന്നാ വൃത്തിയാണെന്നറിയാവോ? ഇല്ലല്ലോ, ഇതുവരെ കണ്ടില്ല. വൈകിട്ടാവുമായിരിക്കും, നാട്ടിൽ പോയെന്നാണ് പറഞ്ഞത്. വൈകിട്ട് വരുമ്പോൾ കാണാം. എൻ്റെ പൊന്നമ്മ, പക്ഷെ പ്രശ്നമൊന്നും അല്ലെന്നേ. പുള്ളിക്കാരൻ നൈറ്റ് ഷിഫ്റ്റ് അല്ലേ. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ മുഴുവൻ നേരം കിടന്ന് ഉറക്കമായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ കുഴപ്പമില്ല, പക്ഷേ ശനി ഞായർ ഇന്നത്തെ പോലെ എനിക്കിങ്ങനെ ഫുൾ ടൈം ഇവിടെ കാണും. കുഴപ്പമില്ല, അതൊന്ന് കാണട്ടെ. പ്രശ്നം ഇതൊന്നും അല്ല. ഇവിടെ ആകപ്പാടെ ഒരൊറ്റ കട്ടിലേ ഉള്ളൂ. ആന്നേ, എനിക്ക് ഞാനമ്മനെ വീഡിയോ കോൾ ചെയ്യാം. എനിക്ക് ഹലേ, ഇതാണ് കട്ടില്. ഒരൊറ്റ കട്ടിലേ ഉള്ളൂ. ഞാനും അവനും കൂടെ എങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. കിച്ചൺ കാണിച്ചു തരാം. നോക്കിക്കാം, ഇത്രയും വൃത്തിയുള്ളൊരു അടുക്കള വീട് കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. നോക്കി എന്തുമാത്രം പാത്രങ്ങളാണ്. കഴിഞ്ഞ PGയിൽ എല്ലാവരുടെ റൂം നോക്കിയാൽ പോലും ഇത്രയും പാത്രങ്ങൾ കാണത്തില്ലായിരുന്നു. കട്ടിൽ കൊള്ളാം, പക്ഷേ സ്ഥലമില്ലല്ലോ. ഇതൊക്കെ അവൻ്റെ സാധനങ്ങളാ. എൻ്റെ സാധനം തോണ്ടിരിക്കുന്നു. അമ്മ തന്നു വിട്ട കമലപ്പെട്ടി എവിടെയും കളയാതെ അവിടെ തന്നെ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട്. ഇതുകൊണ്ടമ്മേ, അതാണ് എയർ ഫ്രയർ. ഞാൻ പറഞ്ഞില്ലേ, അതിവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. വന്നപ്പോൾ തന്നെ ഇതെൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇത് ഹലോ ഹലോ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടായിരുന്നു അമ്മേ? വീഡിയോ കോൾ ചെയ്തപ്പോൾ കണ്ടില്ലായിരുന്നു? ഒരു കാര്യമുണ്ട്, ടെറസിൻ്റെ മേളിൽ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെ ഇവിടെ നല്ല വ്യൂ ആണമ്മേ. ഗേൾസ് ഹോസ്റ്റലൊക്കെ ഉണ്ട് തൊട്ടു മുന്നേ. നമ്മൾ കഴിച്ചായിരുന്നോ? ഹലോ ഹലോ, പിന്നെ വിളിക്കാം. അങ്ങനെ പുതിയ സ്ഥലത്ത് ഫസ്റ്റ് ഡേ എത്തി. നല്ലൊരു റൂം കിട്ടി. റൂമിൽ പക്ഷേ ഒരൊറ്റ ബെഡേ ഉള്ളൂ. പക്ഷെ റൂം നല്ല വൃത്തിയാണ്. റൂം നല്ല വൃത്തിയാണ്. നാളെ അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ ഓഫീസ്. എത്ര നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം മോനെ, 24 ഇൻ്റർവ്യൂസിന് ശേഷം ഫൈനലി ജോബ് കിട്ടി. ഫസ്റ്റ് ഡേ നാളെ. എത്ര നാളത്തെ ആഗ്രഹമാണ് മോനെ. ഫസ്റ്റ് ഡേ നാളെ. കുത്തു 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 ഒരു കുത്തുകൂടി. എക്സൈറ്റഡ് ആസ് ഭയങ്കര എക്സൈറ്റഡ്. കുത്തു 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 കുത്തു. പുതിയ സിറ്റി ആയതിൻ്റെ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇതൊക്കെയല്ലടാ മോനെ, ഒരു അഡ്വഞ്ചർ രീതിയിൽ നമുക്ക് എടുക്കണം. കുറച്ച് ടെൻഷൻ ഉണ്ട് മോനെ. ഒന്നാമത്തെ കാര്യം ഭാഷ അറിഞ്ഞൂടാ. കുഴപ്പമില്ല മോനെ, അഡ്ജസ്റ്റ് ചെയ്യാം. സീനില്ല മോനെ, അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് തരാമേ. ടാറ്റാ. എത്ര നേരമായിട്ട് അശ്വൻ വിളിക്കുക? എന്നാ ഫോൺ. പറടാ, നീ തന്നാ? കിട്ടിയല്ലേ?
എടാ ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്യടാ, എനിക്ക് എൻ്റെ നോക്കട്ടെ. വെയിറ്റ്. ഇല്ലടാ ഇല്ല. എടാ ഒരു മേലല്ലാണ്ട് ഉള്ളൂ, എത്ര പ്രാവശ്യം നോക്കാനാ? ആ അപ്പം നീ ഇപ്പം ഇറങ്ങും അല്ലേ? അപ്പം നീ നാളെ ഇറങ്ങുമല്ലേ? ആ എടാ അവിടെ ഒരുപാട് നല്ല റൂമൊക്കെ ഉണ്ടടാ. ഇല്ലല്ല ഞാൻ പോയിട്ടില്ല, പക്ഷേ എനിക്കറിയാം നല്ല റൂമുണ്ട്. എടാ എടുക്കുവാണെങ്കിൽ നീ ടെറസിന് വെള്ളം എടുക്കണം കേട്ടാ, നല്ല വൈബായിരിക്കും. ആ മെട്രോയുടെ ഒക്കെ അടുത്ത്. ആ ഇല്ല ശരിയടാ, ശരി എന്നാ.